ഹായ് ഫ്രണ്ട്സ്, എനിബഡി ക്യാൻഡുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ നമ്മുടെ MS ധോണീൻ്റെ സ്വന്തം നാടായ ജാർഖണ്ഡിൽ റാഞ്ചി എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടാട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല, കാരണം മഴയോട് മഴ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ദാബയിൽ കയറി, പമ്പിൽ നിന്ന് ലേശങ്ങൾ പോന്നു. അപ്പോൾ ഒരു ദാബയിൽ കയറി ഞങ്ങൾ ചെറിയ ഫുഡ് കഴിച്ചു. റൊട്ടി ചന മസാല, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, അത് നമുക്ക് വണ്ടിക്കകത്ത് കയറി നിന്നിട്ട് പറയാം, കാരണം മഴ പെയ്യുന്നുണ്ട്. കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും മാക്സിമം സൂക്ഷിക്കണം. കാരണം കള്ളന്മാരുടെ നല്ല ശല്യമുണ്ട്. കാരണം ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഇപ്പൊ ഒരു ലോറിക്കാരന്റെ 2 ഫോണ് പേഴ്സാന്ന് തോന്നുന്നുണ്ട് എന്തോ അടിച്ചു മാറ്റി പോയിട്ടോ. ഞങ്ങൾ പുള്ളിനോട് പോയി പറഞ്ഞു, പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളി ഇവിടെ വണ്ടി നിർത്തിയിട്ടേക്കാണ് കേട്ടോ. പോയിട്ടില്ല. ഞങ്ങളുടെ മുന്നിൽ ഈ ടാർപോളും കെട്ടിയിട്ടുള്ള ഈ വണ്ടിയാണ് കേട്ടോ. അവർക്ക് പുള്ളിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ല. അത് ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ 2 ചെക്കന്മാര് ഒരു ലോറിയിലേക്ക് ഡോർ തുറന്ന് കയറുന്നുണ്ട്. അപ്പൊ ബൈക്കിലാണ് അവർ വന്നിരിക്കുന്നത്. നമ്മുടെ വിചാരം ഡോർ തുറന്ന് കയറുമ്പോ അവരുടെ വണ്ടി ആയിരിക്കും. നമ്മൾ ഈ കള്ളന്മാരെ കുറിച്ച് പ്രതീക്ഷിക്കുന്നേ ഇല്ല കേട്ടോ. അവന്മാര് നേരെ ഉള്ളിലേക്ക് കയറി എന്തൊക്കെയോ സാധനം എടുത്ത് അന്നേരത്തേക്ക് ഒരുത്തം ബൈക്ക് സ്റ്റാർട്ടാക്കി. അപ്പോഴേ ഞങ്ങൾക്ക് പന്തി തോന്നി. ഇറങ്ങി വന്നപ്പോ തന്നെ ഞാനപ്പോ അവനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നേ. അപ്പൊ അവൻ വന്നപ്പോ തന്നെ നമ്മുടെ സ്വന്തം ഫോണാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ സ്വന്തം ഫോൺ, ഇതിപ്പോ എന്റെ സ്വന്തം ഫോണാണ്, എനിക്കറിയാം ഇതിന്റെ ബാക്കും ഫ്രണ്ടും ഏത് രീതിയിലാണെന്ന്. അപ്പൊ ഞാൻ എപ്പോഴും ഒരു 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നവിടെ തന്നെ അവന്റെ 2 ഫോണ്, അങ്ങോട്ട് കയറിയപ്പോ ഒരു ഫോൺ പോലും അവരുടെ കയ്യിൽ ഞാൻ കണ്ടില്ല കേട്ടോ. ഇറങ്ങി വന്നപ്പോഴെ തന്നെ ഇങ്ങനെ മൊത്തത്തിലൊന്നും ഇങ്ങനെ നോക്കുക. എന്നിട്ട് അവൻ ഞങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് നോക്കി ചീരി അങ്ങ് പോയി. അപ്പൊ ഞാൻ നമ്പർ പ്ലേറ്റ് ഉണ്ടോ നോക്കിയപ്പോ നമ്പർ പ്ലേറ്റ് ആ വണ്ടിക്ക് ഇല്ല കേട്ടോ. അപ്പൊ ഈ പയ്യൻ എവിടേക്കോ പുറത്തേക്ക് അങ്ങോട്ട് പോയേക്കുവായിരുന്നു. പുള്ളിക്കാണ്ട് 25 വയസ്സാണ്ടുള്ളൂ ഈ ചെക്കൻ. ചെറിയൊരു പയ്യൻ കേട്ടോ. മോഷ്ടിച്ച ചെക്കന്മാരെന്ന് പറഞ്ഞാൽ 18 വയസ്സ് പോലും ഇല്ലെന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിന്റെ അങ്ങനത്തെ വണ്ടിയാണ് അല്ലെ, ലോക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന സിസ്റ്റം ഉള്ള വണ്ടിയല്ലെന്ന് തോന്നുന്നു. പഴയ വണ്ടിയാന്ന് തോന്നുന്നു. പുള്ളി രാവിലെ വാഷ്റൂം ഉപയോഗിക്കാനും പോയതാണ് അന്നേരത്തേക്കും. പക്ഷെ നമ്മള് ആര് വരികയാണെങ്കിലും ശ്രദ്ധിച്ചോണം. കേരളത്തിൽ നിന്ന് പോലും നമ്മൾ ഒരിക്കലും വണ്ടി ഇറങ്ങുമ്പോൾ ലോക്ക് ചെയ്യാണ്ട് ഇറങ്ങിയേക്കരുത്, പണി കിട്ടും. രാവിലെ എന്ത് കഴിക്കാടി? പച്ചക്കറി കഴിക്കുവാണോ? കക്കരിക്ക മൊത്തമുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ എന്ത് സാധനം മേടിക്കുമ്പോൾ ഇവിടെ ഒന്ന് നമ്മുടെ സവോളയും കക്കരിക്കയും തരൂ കേട്ടോ. അപ്പം അത് കുഞ്ഞാറ്റ കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. നല്ല മഴ തുടങ്ങി. ആണോ? കൊച്ചിന്റെ കയ്യിൽ അത് കുറച്ചെണ്ണം അവിടെ നമുക്ക് ഇങ്ങനെ തരുന്ന ആ പാത്രത്തിലുണ്ടായിരുന്നു. ഞാനൊരു ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് അവൾക്ക് കൊടുത്തു കേട്ടോ. അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചപ്പാത്തി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്, അപ്പൊ അത് കൊടുത്തു കേട്ടോ ഞാൻ. എന്താന്ന് വെച്ചാൽ പെരും മഴയാണ്. അപ്പൊ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ നമുക്ക് ഇന്ത്യൻ ബോർഡറിലേക്ക് 440 കിലോമീറ്റർ ആണ് ഇനിയുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇന്ന് 440ന്റെ അടുത്തെങ്കിലും എത്തണം. 300 ഓടണം കേട്ടോ. നടക്കൊന്നുമില്ല, ഓടൂല. മഴ ആയതുകൊണ്ട് അത് ഒട്ടും നടക്കാൻ പോകുന്നില്ല കേട്ടോ. പക്ഷെ അങ്ങനെ വരുമ്പോ എന്താ നമുക്ക് പണി കിട്ടുകയെന്നറിയോ? നമ്മുടെ കയ്യിലുള്ള പൈസ തീർന്നോണ്ടിരിക്കും. നമുക്ക് നേപ്പാൾ കയറാൻ പറ്റാണ്ടായി പോകും. കേറിയ മാത്രം പോലല്ല, തിരിച്ച് വീട്ടിലും കൂടി പോകണ്ടേ. ഞങ്ങൾ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾ കുറേ ഇങ്ങനെ സ്കൂളുകളുടെ മുന്നിൽ കൂടിയൊക്കെ വന്നു കഴിഞ്ഞപ്പം യൂണിഫോം ഇല്ലാത്ത പിള്ളേര്, ബുക്കും ഒന്നും ഇല്ലാത്ത പിള്ളേര്. അപ്പൊ ചേട്ടായി നമുക്ക് പറഞ്ഞു അവർക്ക് കഴിക്കാൻ വല്ലതും മേടിച്ചു കൊടുക്കും. നമ്മൾ കഴിക്കാനൊന്നും മേടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടായി എന്നോട് പറഞ്ഞു, എന്നാൽ നമുക്ക് ബുക്കും പെൻസിലോ അങ്ങനെ എന്തെങ്കിലും പിള്ളേർക്ക് വേണ്ടി നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതാ അപ്പനും മോളും കൂടി കണ്ടോ, അവരത് മേടിക്കാൻ വേണ്ടി അവിടെ പോയേക്കാണ് കേട്ടോ. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. എത്ര ബുക്ക് വേണം അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയേക്കുവാണേ. അവിടെ ഉണ്ടോ? ആ, 20 രൂപ ഒരു ബുക്കിന്. അപ്പൊ നമുക്ക് ഉള്ള ബുക്കിങ് വാങ്ങാം, ബുക്കും പെൻസിലും വാങ്ങാം കേട്ടോ. ഞാനും വരാന്നാ, അല്ലെങ്കിൽ ഇവിടെ സമ്മതിക്കില്ല. എന്നെയും കൊച്ചിനെയും കൂടെ വണ്ടി എടുത്തിട്ട് ചേട്ടൻ ചോദിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഒന്നും നടക്കൂല. അങ്ങനത്തെ ഒരു കേസ് നടക്കത്തില്ല കേട്ടോ. എത്ര ബുക്കാ മേടിക്കുന്നേ? ആ, അപ്പൊ അതിനനുസരിച്ചുള്ള പെൻസിൽ എന്തെങ്കിലും മേടിക്കണ്ടേ? ഇതിൽ 10 എണ്ണം ഉണ്ട്. ഇങ്ങനത്തെ ഒരു 10 എണ്ണം വേണം. 10 pieces per piece ആണ്.
അപ്പോൾ നമുക്കിത് മേടിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമ്മൾ വാങ്ങുന്ന ബുക്ക് ഇതാണ് കേട്ടോ, കോപ്പി ബുക്കാണ്. പെൻസിലും വാങ്ങിയിട്ടുണ്ട്. ഇതിൽ 10 എണ്ണം ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ 5 ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളതിൽ ഉള്ള ലിമിറ്റിനനുസരിച്ചുള്ള ബുക്ക് കേട്ടോ. സാറിന് പേന വേണം, പെൻസിൽ വേണം, ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞു, കൊച്ചിന് വേണമെന്നൊക്കെ പറഞ്ഞ് മുട്ടൻ കച്ചറായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പം 50 ബുക്കാണ് ഇവിടെ ഉള്ളൂ കേട്ടോ. ആ 50 ബുക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ 38 ബുക്കേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് 38 കുഞ്ഞാറ്റിക്ക് ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു. മുഖം നോക്കിയേ ഒരു പേലേ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനത്തിനകത്ത് ബില്ലും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. ഇതിപ്പോൾ എന്താ ഞങ്ങളിങ്ങനെ കൊടുക്കാനുള്ള കാരണം നമ്മൾ വണ്ടി കയറിയിട്ട് പറയാം കേട്ടോ. കുഞ്ഞാറ്റേ, അതെന്താ കുഞ്ഞാറ്റേ, ട്രെയിനാണോ? ഞങ്ങളിവിടെ ഒരു റെയിൽവേ ക്ലോസിൽ പെട്ട് കിടക്കുക കേട്ടോ. ക്ലോസിലല്ല, ക്രോസിൽ. കരിയാണോ? കല്ലാണോ കൊണ്ടോണേ? ആഹാ, ട്രെയിനിലേക്കുള്ള കല്ലാ? ഓ, ട്രെയിനുള്ളിൽ മൊത്തം കല്ലാ? നല്ല പെരും മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ടാണ് കയ്യും പുറത്തിട്ടിട്ട് ഈ ഇരിപ്പിരിക്കുന്നത് സാറ്. വെള്ളം കയ്യിലാവുന്നില്ലേ? ഇല്ലേ? അതെന്താ ഈ കയ്യിലേക്ക് വെള്ളം ആവില്ലാത്ത കൈ? എന്നിട്ട് തുള്ളി വീഴുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. വലിയ ഓണം കേട്ടോ. അപ്പൊ ഇനിയുള്ള എല്ലാവരും ചോദ്യം എന്തായിരിക്കും വെച്ചാൽ, എന്തിനാണ് ഇത് വീഡിയോ എടുക്കുന്നതെന്നായിരിക്കും കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കുറേ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റുകളാണ്, നിങ്ങൾ ഈ യാത്രയും കൊണ്ട് നിങ്ങൾക്ക് എന്താണുള്ളത്, ഒരു ഉപകാരമില്ലാത്ത യാത്രയാണ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് പൈസക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയുള്ള ആൾക്കാർ കേരളത്തിലുള്ള ഓരോ പിള്ളേരെയൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അങ്ങനെ കുറെ പിള്ളേർക്ക് നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലേക്കൊന്നും പൈസക്കാർ കുറവാണ്. കുറവുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പോലും അവർ സഹായിക്കൊന്നുമില്ല ഈ പാവങ്ങളെ. അപ്പം ഞങ്ങൾ ഇതിന് മുന്നേയും ഇതുപോലത്തെ സ്കൂളുകളിൽ ബുക്കും കാര്യങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് വീഡിയോ എടുത്തില്ല. അത് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ്. കാരണം വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യേണ്ടല്ലോ എന്നതാണ് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായി, ഞങ്ങളെ ഈ കളിയാക്കുന്നവരുടെ മുന്നിൽ ഞങ്ങൾ ഇതുപോലെ കാട്ടിക്കൊടുത്താൽ മാത്രമാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡ് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നി. കാരണം ഞങ്ങൾ കണ്ട ഒരുപാട് സ്കൂളുകളിൽ പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേർക്ക് ഒന്നുമില്ലാത്ത പിള്ളേരെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഫുഡിനൊക്കെ പറ്റ കുറവാണ്. അവരുടെ വീട്ടിലൊക്കെ ഫുഡുകൾ പോലും ഇല്ലാതെ. അപ്പോൾ ഫുഡ് അല്ലെങ്കിൽ പൈസയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കൊക്കെ പഠിപ്പിക്കാനൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെ മറ്റു ചിലവുകൾക്ക് വേണ്ടി പൈസ എടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞങ്ങളൊരു സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ പൈസയായിട്ട് കൊണ്ട് കൊടുത്ത കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളിവിടെ പറയുന്നില്ല. പിന്നെ ഞങ്ങൾ ബുക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങൾ കുടയും ബാഗും മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഇനി അടുത്തൊരു സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞങ്ങളൊരു സ്കൂള് കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പാളിനെ കാണണം, പുള്ളിനോട് സംസാരിക്കണം. ഇങ്ങനെ ഇവിടെ സ്വീകരിക്കോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ഞങ്ങളങ്ങനെ സ്വീകരിക്കോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമാണ് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞിട്ട് വരാവേ. ഇവിടെ അവരോട് ഞങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് ഹിന്ദി അറിയില്ലല്ലോ, നമ്മള് മറ്റു കാര്യങ്ങൾ ചോദിക്കുന്ന പോലെ അല്ലല്ലോ. എന്താ കുഞ്ഞാറ്റെ? ആ ഓക്കെ. കൊച്ചിനെ സ്കൂളിൽ പഠിക്കണം. ടീച്ചർ, ഞങ്ങൾ ടീച്ചറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങൾ ടീച്ചർക്ക് അത് കൈമാറുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ പിള്ളേർ, ഇവിടുത്തെ നമ്മുടെ പിള്ളേരാണ് ഇതെല്ലാവരും. ഇവിടുത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയാണ് ഈ സ്കൂളിലുള്ളത്. ഇത്രയും പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബുക്കാണ് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ബുക്കുകളെല്ലാം ഞങ്ങൾ അവിടുന്ന് കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് മാറി കേട്ടോ. അപ്പം ചേട്ടാ ആദ്യം അവരോട് സംസാരിച്ചു. ഞാൻ വിചാരിച്ച സമ്മതിക്കലായിരിക്കും കേട്ടോ. പക്ഷെ പുള്ളിക്കാരത്തേക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം, പിള്ളേരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ചില പിള്ളേർക്ക് യൂണിഫോം പോലും ഇല്ല. ഞാൻ പിന്നെ മൊത്തത്തിൽ കാണിക്കാത്താട്ടോ ഞങ്ങള്. കാരണം പിള്ളേരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിൽ കാര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങളത് അവിടെ കൊടുത്തു. അപ്പൊ ടീച്ചർ ഞങ്ങളോട് ചോദിച്ചു, ഇതിന് നിങ്ങൾക്ക് പൈസ ഞങ്ങൾ തരണോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പൈസ വേണ്ട, ഞങ്ങളുടെ ഇഷ്ടത്തിന് തരുകയാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു. അവിടെ 5ാം ക്ലാസ് വരെയാണ് ഉള്ളത്. ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് കുറച്ചും കൂടി മാറി വന്നു കേട്ടോ. എന്നിട്ടാണ് സംസാരിക്കുന്നത്. അവർ മുന്നിൽ നിന്ന് നമുക്ക് പറയാനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജാർഖണ്ഡിലെ ഒരു ഗ്രാമത്തിൽ കൂടിയാണ് കേട്ടോ. ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ടൗൺ അല്ലേ. ഗ്രാമത്തിലെ ഒരു ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. ഇവിടെ ജാർഖണ്ഡിന്റെ സെൻട്രൽ വശം റാഞ്ചി എന്ന് പറഞ്ഞ സിറ്റിയാണ്. അവിടുന്ന് നമ്മളിന്ന് പോന്നിട്ടുള്ളൂ. കാത്തലാരിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. കാത്തലാരി അല്ല, കലാറി
കലാറി കലാറിന്നാണ് കേട്ടോ സ്ഥലത്തിന്റെ പേര്. സ്ഥലപ്പേര് നമുക്ക് വായി കിട്ടാത്ത പേരുകളാണ്, ഒന്നും തോന്നരുത്. ഇവിടുത്തെ ഏതോ സ്കൂളിലെ പിള്ളേരായിട്ടോ. എത്ര പിള്ളേരെ കുത്തി നിറച്ച് ഞങ്ങളെ കഴുത്ത് മാത്രമേ ആകെ കാണാനുള്ളൂ. ഇടിച്ചു കുത്തിയാ ലൈറ്റ് ഇട്ട് കളിക്കാൻ, ഇടിച്ചു കുത്തി ആ വണ്ടിക്കകത്ത് എത്ര പിള്ളേരല്ലേ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകും. അവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നു. അതോ ഫ്രണ്ടിലുള്ള പിള്ളേര് കണ്ണാടിയൊക്കെ അവർക്ക് തോന്നുന്നോടത്ത് കൂടെ കുത്തി തിരികെ വെച്ചിട്ടൊക്കെ നമ്മളെ നോക്കുന്നവരിട്ടോ. അതിന്റെ ഇടയില പുള്ളി ഫോണും കൂടി വിളിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ചേട്ടായി ഇത്രയും പിള്ളേരെ വെച്ചോണ്ടേ ബ്രേക്കിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഒരുമാതിരി ചാക്കി കയറ്റി ഇടൂലേ, എന്നിട്ട് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകും, എന്നിട്ട് ഫോണും വിളിച്ചോട്ടെ അയാള്. ഇങ്ങനെയൊക്കെയാണ് ഈ പിള്ളേരെ കൊണ്ട് പോണ വണ്ടികൾക്ക് ആക്സിഡന്റ് ആവുന്നത്. ഇവർക്ക് ഒരു ശ്രദ്ധയില്ല. ഫുള്ള് റോഡ് പണിയാല്ലേ? ഫുള്ളില്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പൊ ഫുള്ള് തന്നെ പറയണ്ടേ? അങ്ങനെ ഫുള്ളെന്ന് പറയുന്നത് അതില്ല അല്ലേ? ഒരു വഴീന്റെ 1 മീറ്റർ കഴിയുമ്പോ റോഡ് പണിയാന്ന് പറയണം. അതിൽ വേദം ഫുള്ള് വഴി പറയുന്നതാണോ നല്ലത്? പക്ഷെ നല്ല വലിയ റോഡാണ് വരുന്നത് അല്ലേ? നല്ല വീതിയുള്ള വഴിയാണ്. ഇവിടെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിച്ചില്ലേ, 4 ലൈൻ ഇല്ല, പക്ഷെ എന്നാലും റോഡിന് അത്യാവശ്യം നല്ല വീതിയുണ്ട്, നല്ല വഴിക്ക്. പക്ഷെ ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടി പോകുന്നതിനൊക്കെ കുറച്ച് വീതി കുറവാണെങ്കിലും പക്ഷെ നല്ല വഴിയായിരിക്കും. ഇത് ഫോറസ്റ്റ് തന്നെയാ. ജാർഖണ്ഡിലെ ഛത്ര എന്ന് പറഞ്ഞ ഒരു ടൗണിൽ കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇറങ്ങി കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഫുൾ ബ്ലോക്ക് ആണ്. പിന്നെ രാവിലത്തെ ആ ഒരു സംഭവം കൂടി കണ്ടേ പിന്നെ ഫോണൊക്കെ ചിലപ്പോൾ മേടിച്ചോണ്ട് ഓടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരയേണ്ടി വരും. ഇവര് കുറച്ച് അപ്പുറത്ത് എത്തുമ്പോഴായിരിക്കും ഇത് അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇറങ്ങാത്ത കേട്ടോ. പക്ഷെ അത്യാവശ്യം വലിയ ടൗൺ അല്ലേ, എല്ലാ സാധനങ്ങളും കിട്ടുന്ന അത്യാവശ്യം വലിയ ടൗൺ ആണ് കേട്ടോ ഇവരുടെ. ഞങ്ങളിപ്പോ ഈ ടൗൺ കാണിക്കാൻ കാരണം ഇതിനു മുമ്പ് നമ്മൾ വലിയ ടൗണുകൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. പെരും ബ്ലോക്കാണ്, നല്ല തിരക്കുണ്ട് അല്ലേ ടൗണിൽ കൂടി. സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വിൽക്കാൻ വേണ്ടി റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ട് തിരക്കാട്ടോ. സ്കൂളിൽ പോകാണ്ട് ഇതിലെ നടക്കുവാണ്. ഇവിടെ എന്തെങ്കിലും ലീവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ലല്ലോ, നമുക്ക് അറിയില്ലല്ലോ. ചേട്ടൻ ഇപ്പൊ കൊച്ചൊക്കെ നോക്കാണ്ട് ഓടുന്നു, ഇപ്പൊ വണ്ടി പിടിച്ചേ. അതിന്റെ അപ്പനും അമ്മയൊക്കെ എവിടെയെന്ന് തന്നെ അറിയില്ല. എനിക്കൊന്നും ഇവിടെ എന്തെങ്കിലും ലീവ് കാണും ചേട്ടേ. ഇനി സ്കൂള് തുറന്നിട്ടില്ലേ ഇവിടെ? ചിലപ്പോ ഇന്ന് ചന്ത ദിവസം ആയിക്കൂടെ? അങ്ങനെ ആവാം, ഇവിടുത്തെ ചന്ത ദിവസം ആവാൻ സാധ്യതയുണ്ട്. നല്ല തിരക്കാട്ടോ ഇവിടെ. റോഡിന്റെ നടുക്ക് അങ്ങോട്ട് ഓരോ വണ്ടി അങ്ങോട്ട് കൊണ്ടിട്ടിട്ടാണ് ഓരോരുത്തന്മാര് കഥ പറയണം, വർത്താനം പറയണൊക്കെ. അങ്ങനെ അടുത്ത സംസ്ഥാനം നമ്മൾ കേറി, ബീഹാർ കേറി. ഇവിടെ എന്താ പഠിക്കാൻ പോകണോ വെച്ച്? എന്ത് ആരടച്ചാണ്? ഓരോരുത്തരും ഇനി വരച്ചു കൊടുക്കണം. ലില്ലിയമ്മേനെ വരച്ചുതരാനാട്ടോ പറയുന്നേ. വരച്ചുതരാട്ടോ ചേട്ടേ. ബീഹാർ കൊറേ ഉണ്ടോ? ഇല്ല, ബീഹാർ ഇനി നമുക്ക് 300 സംതിങ് കിലോമീറ്റർ കഴിഞ്ഞു ബീഹാർ അല്ലേ? അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നേപ്പാള് കയറും. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് കയറും. അവിടെ ചെല്ലം പറയാം, ബോർഡറിൽ ചെല്ലം പറയാം അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവസ്ഥ. അതിലെ ബൈക്കൊക്കെ പെട്ടെന്ന് കയറി പോവാന്ന് പറഞ്ഞേ. കാറാവുമ്പോഴേ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവോ ഒന്നും അറിയില്ല. നമ്മുടെ ഗ്യാസ് കുറ്റിയ സാധനങ്ങളും പ്രശ്നമാവുന്നുണ്ട് എനിക്ക്. അല്ല അത് പ്രശ്നമായാലും നമുക്കേ തിരിച്ചെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. അതെ. അപ്പോൾ ഒരു സംഭവം കണ്ട് ഞാൻ നിർത്തിയതാണേ. ഇത് കണ്ടോ, ഈന്തപ്പഴം കായ്ച്ച് കിടക്കുന്നുണ്ടോ? ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഈ ഈന്തപ്പഴം ഉണ്ട് കേട്ടോ. ഇതേപോലെ കായ്ച്ച് കിടക്കുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല. എൻ്റെ അമ്മേ വീഴല്ലേ അമ്പ. ഇതൊക്കെ ഈ സാധനം കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ നമുക്ക് കുറേ പറിച്ചോണ്ടങ്ങ് പോകായിരുന്നു. അത് പൊളിച്ചു കേട്ടോ. ഇത് അങ്ങോട്ടൊക്കെ കുഞ്ഞുങ്ങൾ, ഇവിടെയൊക്കെ നിറച്ച് ഈന്തപ്പഴം തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ ഈന്തപ്പന അവിടെയുണ്ട്. എല്ലായിടത്തും ഈന്തപ്പനയും കരിമ്പനയാണ് കൂടുതൽ. വണ്ടിയുടെ കോല നോക്കി. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ പോവാം കേട്ടോ. വണ്ടി ഒന്ന് കഴുകാണ്ട് ഇനി പോകാൻ പറ്റുമെന്ന് തോന്നില്ലല്ലോ. എൻ്റെ അമ്മേ, ഇത്രയും ദിവസം എന്താ പറയുക, നമ്മൾ ബീഹാർ വരുന്നോടും വരെ നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ബീഹാർ കയറി കഴിഞ്ഞപ്പോൾ മഴക്കാറുണ്ട്, പക്ഷെ മഴയില്ല. മേഘാമിങ്, ഇവിടെ എന്താ പരിപാടി? ആൻസി ഭയങ്കര ഡ്രോയറാട്ടോ. അപ്പോൾ ആൻസി കൊച്ചിന് ഫോട്ടോ വരച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. കാണിക്കണം ആൻസി? അതെന്താ വേണ്ട, അത്ര കാണിക്കുന്നുള്ളൂ. അത് ഭയങ്കര കഷ്ടപ്പെട്ട ആൻസി വരച്ചേക്കുന്നത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അവിടെയൊക്കെ അതിലൊക്കെ ഇഷ്ടംപോലെ കായുണ്ട് കേട്ടോ ആൻസി. അത് സൂപ്പർ സാധനമാണ്. ഈ കളറൊക്കെ കാണാൻ അടിപൊളി സാധനം. ഇവിടെ എല്ലായിടത്തും, ഇവിടെ ഫ്രൂട്ട്സ് കടയിലൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. മറ്റേ കാരക്കാന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ കണ്ടതിൻ്റെ പഴുത്തു.
അപ്പോൾ ഫ്രൂട്ട്സ് കടയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഇവിടുന്ന് തന്നെ പറിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എത്രയോ ദിവസത്തിന് ശേഷം നമ്മളൊരു 4 വരി പാതയിൽ കേറിട്ടോ. എത്ര ദിവസമായില്ലേ? ബീഹാർ വരെ വരേണ്ടി വന്നു. അത് നമ്മൾ ചൂസ് ചെയ്ത റോഡിന്റെ ആണോ? റോഡിന്റെ വിഷയമാണ്. ഇതിലൂടെയൊക്കെ ഈ വഴി പോകുന്നുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? കോഴി പോണു. ഞാൻ കോഴി കൊച്ചു പല്ല് തേക്കുവാണോ പേന വെച്ച്? ഇങ്ങനെയാണോ പല്ല് തേക്കുന്നേ? അപ്പൊ രാവിലെ പല്ല് തേച്ചില്ല? രാവിലെ പല്ല് തേക്കാനാ ബ്രഷ് വെച്ചൊന്ന് തേക്കാൻ ചെല്ലുമ്പോൾ ബഹളം കേൾക്കണം. ഇവിടെ മറ്റേ മഹായുദ്ധം നടക്കുന്നു. പറ്റിച്ചു എന്നാണ് കേട്ടോ പറയുന്നത്. ആർക്കും വേറൊന്നും തോന്നരുത്. എടേ ഇതൊക്കെ പീരങ്കിയൊക്കെ ഒരു അക്കാദമിയാണ്. അക്കാദമിയാ? മിലിറ്ററിന്റെ എന്തെങ്കിലും ആയിരിക്കും. മിലിറ്ററിന്റെ അക്കാദമി. ചിലപ്പോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നെങ്ങാനും കണ്ടു കഴിഞ്ഞാലേ അവര് നമ്മളെ പിടിച്ചിട്ടൊരു കുത്തും ചിലപ്പോ. എല്ലാരും സാധാരണ ബസ്സിന് ഉള്ളിലോട്ട് ഓടി കയറും. ഇത് ബസ്സിന്റെ മേളിലോട്ടാണ് ഓടി കയറുന്നത് കേട്ടോ. എന്നെ ധൃതിക്കാ ഓടി കയറുന്നേട്ടോ. ഫുള്ള് ആൾക്കാര് ഇങ്ങനെ കാണില്ല അല്ലേ? ഫുള്ള് ആൾക്കാരാണ് മേളിൽ ഇങ്ങനെ കുത്തി ചെയ്യുന്നത്. നല്ല തിരക്കായില്ലേ ടൗണില്? അങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ഡ്രൈവിംഗ് അത്ര ശരിയല്ലെന്ന് എന്നെ എങ്ങനെയൊക്കെയാ ഓടിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാരന്റെ വണ്ടിക്ക് തന്നെ ഹോൺ അടിക്കുന്ന ഓട്ടോക്കാരൊക്കെയാണ്. അപ്പോൾ ബീഹാറിൽ കയറിയിട്ട് ഞങ്ങൾ ഇച്ചിരി പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ ബീഹാറിലെ പെട്രോൾ വില എത്രയാണെന്നുണ്ടോ? 106 രൂപ. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ജാർഖണ്ഡിൽ നിന്ന് ഞങ്ങൾ അടിച്ചത്. ആൻസി ജാർഖണ്ഡിൽ നിന്ന് നമ്മൾ എത്രയ്ക്ക് അടിച്ചത്? 98-നല്ലേ? 98 99 ഏതാണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് അടിച്ചിട്ട് പോവാം. 106 രൂപ ഇവിടെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പമ്പിൽ നിൽക്കുന്നില്ല കേട്ടോ. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ കേരള ടു നേപ്പാൾ എന്ന് പറഞ്ഞൊരു ട്രിപ്പ് ഞങ്ങൾ ചെയ്തിരുന്നു. ആ ട്രിപ്പിൽ നമ്മൾ ബീഹാറിൽ വന്നപ്പോൾ ബീഹാറിൽ നമ്മൾ നിന്നത് ശോഭി ചേച്ചീൻ്റെ സോണി ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അതായത് ഞങ്ങളുടെ അയൽവാസികളാണ്. അവരിവിടെ സ്കൂൾ നടത്തുക. അപ്പോൾ ഞങ്ങൾ പമ്പിൽ സൈഡ് ആക്കിയതായിരുന്നു വണ്ടി. അപ്പോൾ ഉണ്ട് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് അവിടെ നിൽക്കണ്ട, അവിടുന്ന് ഇപ്പം ഞങ്ങൾ നിന്ന സ്ഥലം, അതായത് ഞങ്ങൾ ബോധ്ഗയ എന്ന് പറയുന്ന ടൗൺ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ നിന്നത്. അപ്പോൾ അവിടുന്ന് നമുക്കൊരു 140 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു ലാൽക്കഞ്ചി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് പമ്പിൽ നിൽക്കുന്നില്ല കേട്ടോ, നേരെ വിടുകയാണ് ഞങ്ങൾ. അതാകുമ്പോൾ നമുക്ക് നാളെ അവിടുന്ന് നമുക്ക് ദൂരം കുറവാണ്, നമ്മൾ റെക്സൗൾ ബോർഡറിലേക്ക് അവിടുന്ന് ദൂരം കുറവാണ്. അപ്പോൾ നമുക്ക് നേരെ വിടാം. സേറാമോളെന്നല്ല, ചേച്ചിയാണ് കേട്ടോ. അപ്പൊ രാത്രിയായിട്ടോ. ഞങ്ങള് ബീഹാറിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. എല്ലാരും പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ബീഹാറിൽ കൂടെ നൈറ്റ് ഓടിക്കരുത്, പ്രശ്നമാണെന്നൊക്കെ. പക്ഷേ ഞങ്ങളുടെ സാഹചര്യം അതാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഒരു ദിവസം കൊച്ചൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെയുള്ള പകുതി ആൾക്കാരും പറയുന്ന എന്താ പറയുക, അതായത് നമ്മുടെ മലയാളികൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അവര് പറയുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളടുത്ത് ഇങ്ങനെ പലരും വിളിക്കുമ്പോ പറയണ ബീഹാറിൽ ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് അവര് പറയണത്. പക്ഷെ ഇവിടെയുള്ളവർ പറയണ ബീഹാറിൽ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിക്കുമ്പോൾ കുഞ്ഞാറ്റിക്ക് വണ്ടി കിടക്കുന്നത് ഇതുവരെ പ്രശ്നമാണെന്നോ ബുദ്ധിമുട്ടാണെന്നൊന്നും അവൾ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ നമ്മുടേതായ ഒരു രീതി കാണിക്കണമല്ലോ. അപ്പം അവർ ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ പിന്നെ ഒരു ദിവസമെങ്കിലും 2 ദിവസമെങ്കിലും കൊച്ചിന് അവിടെ റെസ്റ്റ് എടുക്കാമല്ലോ അല്ലേ? 2 ദിവസം ഇന്ന് രാത്രിയെങ്കിലും അവിടെ റെസ്റ്റ് എടുക്കാമല്ലോ അല്ലേ? നാളെ രാവിലെ പോവാം അല്ലേ? അവിടെ ചെന്നിട്ട് നോക്കിയിട്ടേ